ഇന്ത്യൻ കറൻസിയൊക്കെ 100 രൂപ 110 രൂപ വരാൻ പോകുന്ന 3-4 മാസത്തിനുള്ളിൽ വരുമ്പോൾ ഇന്ത്യൻ കറൻസി ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് കറൻസിയായി മാറും. ഇതിനെ ശ്രീലങ്കയുമായിട്ടും പാകിസ്ഥാനുമായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അതായത് നല്ല എക്കോണമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്ന വേസ്റ്റ് കറൻസി ആയിട്ടങ്ങ് മാറും. ഇന്ത്യയിലോട്ട് വരാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. അതിന് പല ആൾക്കാരും പല ഇന്ത്യൻ എക്സ്പേർട്ടുകൾ പറയുന്നത് NRI, ഒരു അമേരിക്കൻ UK ബേസ്ഡ് NRI ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 200% ടാക്സാണ് കൊടുക്കേണ്ടത്. ലോകത്തില്ലാത്ത സംഭവം. അതെന്തുകൊണ്ടാണ് മാറ്റാത്തത്? ഇതേപോലുള്ള പല ചോദ്യങ്ങൾ പല ആൾക്കാരും ചോദിക്കും. സമീർ അറോറ ക്യാപിറ്റൽ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു എക്സ്പേർട്ടാണ്. അത് ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത് മാറ്റാത്തത് 200% 100%? ഇതേപോലെ അവിടെയുള്ള അമേരിക്കക്കാരൻ അമേരിക്കയിലോ മറ്റുള്ള രാജ്യങ്ങളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ 0 ടാക്സാ. അവിടെ മറ്റുള്ള ഇഷ്ടം പോലെ ടാക്സ് സോപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലാണ് ഇത്ര % കൊടുക്കുന്നത് ഒരു NRIക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതാണ് മോദിയുടെ ഫ്ലോപ്പ് ഷോ എന്ന് പറയുന്നത്. അതായത് മുഴുവനും തള്ളും കള്ളത്തിലും വരുന്ന അവസാനം മോദി തന്നെ ആംസ്റ്റർഡാമിൽ പറയേണ്ടി വന്നു അബദ്ധം. കാരണം പറ്റിയതാണെന്ന് മുഴുവൻ തള്ളുകളായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി, എല്ലാം സത്യമാണ്. പക്ഷെ ഇത് എക്കോണമി മൂവ് ചെയ്യണം. അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യുവാണ്. ഇന്ത്യൻ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടുന്നില്ല അമേരിക്കയിൽ. അത് നല്ലതാണ്, കാരണം ഇന്ത്യൻ കറൻസി മാറുന്നില്ല. പക്ഷെ ഉണ്ടാവുന്നത് ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടമാകുന്നു. H1B വിസ, ഗ്രീൻ കാർഡ്, ഇങ്ങനെയുള്ള പരിപാടികൾ ഒരു ഭാഗത്ത്. ആരാണ് ഇതിൻ്റെ കാരണക്കാരൻ? ഇന്ത്യൻ ഡിപ്ലോമസി, ഇന്ത്യൻ പോളിസി, അതായത് മോദി ഗവൺമെൻറ്റിൻ്റെ പോളിസി വന്ന ഏറ്റവും വലിയ അപജയമാണ് ഈ സംഭവം. ഓരോ ഇന്ത്യക്കാരും ഇന്ന് അനുഭവിക്കുന്നു. ഈ രീതിയിലോട്ട് ഇന്ത്യയെ മാറ്റി. അതായത് 10 രൂപ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പെട്രോളിനും ഡീസലിനും ഒരു സാധാരണ ലോവർ മിഡിൽ ക്ലാസ്സിനും പാവം പിടിച്ചവന് അവൻ്റെ ആഹാരം, അതായത് ബ്രെഡും ബട്ടറും ഒന്നുമില്ല, റൊട്ടി അതുപോലും മേടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടാക്കി മാറും. ഇതിലോട്ടാണ് മോദി നയിച്ചത്. അതായത് പച്ചക്കള്ളമാണ് മുഴുവനും പറഞ്ഞത്. ഇന്ന് ഓരോന്നായിട്ട് പൊളിഞ്ഞു വീഴുന്നു. ഇത് ഇന്ത്യക്കാർ കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, നമ്മൾ വല്ലാത്തൊരു റെഡ് ലൈനിലോട്ട് പോവുകയാണ്, ഒരു ചുവന്ന മാർക്കിലോട്ട് പോവുകയാണ്. അതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഗവൺമെൻറ്റിന്, അതായത് മോദി ഗവൺമെൻറ്റിന് അവർക്ക് പോലും അറിയത്തില്ല ഡിപ്ലോമസി ഇപ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ പോകണം, എക്കണോമിക് പോളിസി. ഇതൊക്കെ വീണ്ടും മിഡിൽ ഈസ്റ്റിൽ പോകുന്നു, അത് ചെയ്തു. ഇതൊക്കെ ചുമ്മാതെ നേരത്തെ ഉണ്ടായ സംഭവം ഈ പറയുന്നത്. ഇപ്പം പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാതെ അടിച്ചുവിടുന്ന കഥകൾ മാത്രമാണ്.